അപ്പോൾ ഞങ്ങൾ തിരുപ്പതി വരെ ഒന്ന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൽ പോവേണ്ടതെന്ന് കുറച്ച് പേര് ചോദിച്ചു. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തിരുപ്പതിയിൽ ഞങ്ങൾ കാറിലാണ് പോയത്. ബസ്സിൽ പോകാനൊരു ഓപ്ഷനുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ഒരു 3000 രൂപ പെർ ഹെഡിൽ അവർ ബസ്സിൽ കൊണ്ടുപോയി ഫ്രഷനപ്പ് ആക്കി തിരിച്ചു കൊണ്ടുവരുന്നൊരു ഓപ്ഷനുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് നടന്ന് കയറണമായിരുന്നു. ബസ്സിൽ പോയാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂദേവി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ രാത്രിയിൽ 9 മണിക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങും. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ക്യൂ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ടിക്കറ്റ് നമുക്ക് കിട്ടും. 9 മണിക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടത്തില്ല. അവർ ക്യൂ നേരത്തെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഒരു 6 മണിക്ക് തന്നെ പോയാൽ ആ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അതിലൊരു ദർശനത്തിൻ്റെ സ്ലോട്ട് കാണും. അത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 4:30 മണിയാകുമ്പോൾ നടന്നു കയറാനുള്ള ഓപ്ഷൻ തുടങ്ങും. അപ്പോൾ അത് അലിപ്പേരി എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് കിട്ടും. അപ്പോൾ ഈ അലിപ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കർപ്പൂരമൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങാൻ പറ്റും. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ലഗേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അലിപ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൗണ്ടറുണ്ട്. അവിടെ കൊടുത്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാഗ് നമ്മുടെ മുകളിലെത്തുന്ന പോയിന്റിൽ, കളക്ഷൻ പോയിന്റിൽ നമുക്ക് ഈ ബാഗ് കിട്ടും. അപ്പോൾ ബാഗും ചുമന്നുകൊണ്ട് കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കർപ്പൂരവും കത്തിച്ച് പ്രാർത്ഥിച്ച് ആദ്യത്തെ ഗോപുരത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. 3000 ചില്ലുവാനം സ്റ്റെപ്പ് കയറാനുണ്ട്. ഒരു 8-9 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. പക്ഷേ സാധിക്കും. വലിയ ടാസ്ക് അല്ല എന്നുള്ളൊരു കോൺഫിഡൻസിലും പ്രാർത്ഥനയിലുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ മുട്ടിങ്ങനെ ഈ ഒരു കുഴിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് രീതി. അതിങ്ങനെ ആൾക്കാർ നിന്ന് ആ കല്ലങ്ങനെ കാർവായി വന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു ഹനുമാൻ്റെ ഒരു ശില്പവും ഇത് കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണം. ആ സ്റ്റോപ്പ് എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്ത് ഇവർ ചെക്ക് ചെയ്ത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മൊത്തം കളയിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ മെറ്റൽ ബോട്ടിൽ കരുതുക, അല്ലാന്നുണ്ടെങ്കിൽ പോണ വഴിക്ക് നമുക്ക് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. ലെമൺ ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ കല്ലിങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്, നമുക്കിപ്പോൾ വീട് വെക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ കല്ല് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും എന്നുള്ളതാണ്. ഞങ്ങളും വെച്ചു കേട്ടോ. അങ്ങനെ വെച്ചിട്ട് നടത്തങ്ങ് തുടങ്ങി. ആദ്യത്തെ ഒരു സ്ട്രെച്ച് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. പക്ഷേ പിന്നെ അങ്ങോട്ടായപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാത്ത സ്റ്റീപ്പല്ലാത്ത സ്റ്റെപ്പുകളാണ് വന്നത്. പിന്നെ ഫുഡ് ഓപ്ഷൻസും വെള്ളത്തിൻ്റെ ഓപ്ഷൻസും ചായയും എല്ലാം ഉണ്ട് കേട്ടോ. അവർ തന്നെ വിളിച്ച് കയറ്റുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നല്ലൊരു ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് സൈഡ് ആയിരിക്കും, ബിക്കോസ് അവർ ഇത്രയും ക്ലൈംബ് ചെയ്ത് കൊണ്ട് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് പ്രതീക്ഷിക്കണം. പിന്നെ ഗൂഗിൾ പേ വർക്കാകും. സ്റ്റിൽ നമ്മൾ കുറച്ച് ക്യാഷും കയ്യിൽ കരുതിയേക്കുക, ബിക്കോസ് എന്തെങ്കിലും കാരണവശാൽ വർക്ക് ആയില്ലെങ്കിലോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ രാവിലെ കയറാനുള്ള കാരണം എന്ന് വെച്ചാൽ തണുപ്പാണ് ഇപ്പോൾ. അപ്പോൾ രാവിലെ അങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് അങ്ങ് ഡേ ടൈം ആകുന്നതിന് മുന്നേ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്താൽ നല്ല സൂപ്പറായിട്ട് കയറാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അങ്ങനെ അങ്ങനെ ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്ക് ദാണ്ടടാ വരുന്ന ഒരു ബസ്. അങ്ങനെ നിൻ്റെ വീട്ടിൽ കാറൊക്കെ വരുമല്ലേ എന്ന് ചോദിച്ചല്ലേ, ഒരു ബസ് കണ്ടപ്പോൾ ബസ്സിൽ പോയാൽ മതിയായിരുന്നു എന്ന് ചില സമയത്തൊരു തോന്നൽ വന്നു കേട്ടോ. ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ ബസ് റൂട്ടുണ്ട്, അത് വേണ്ട, നടന്നു തന്നെ കയറാൻ പറ്റും. അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ തന്നെ നല്ല സുഖമായിട്ട് കയറി വരുന്നുണ്ട്. വലിയ സീനൊന്നുമില്ല. പിന്നെ ഞാൻ പറയാം, സ്റ്റാർട്ടിങ്ങിൽ കുറച്ചും എൻഡിങ്ങിൽ കുറച്ചുമാണ് സ്റ്റീപ്പ് കയറ്റം. ബാക്കിയൊക്കെ നോർമലാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ ഒരു വലിയ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം കണ്ടു. അവിടെ ആണെങ്കിൽ മണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ മണി കെട്ടി പ്രാർത്ഥിച്ചിട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതൊരു രസമുള്ള ആചാരമായിട്ട് തോന്നി. ഞങ്ങൾ പക്ഷേ മണിയൊന്നും കെട്ടിയില്ല, ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് കയറുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഭൂദേവി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് നമുക്ക് ആദ്യത്തെ ടിക്കറ്റ് കിട്ടുന്നത്. അത് വാങ്ങിച്ച് പിറ്റേ ദിവസം അലിപ്പേരിയിൽ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ടാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ ഈ അലിപ്പേരിയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ എവിടെ ഇട്ടു എന്നുള്ളത് തിരിച്ച് വന്നപ്പോൾ ലൊക്കേഷൻ മറന്നുപോയി. അതൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് സെൻഡ് ചെയ്യാൻ മറന്നു പോകരുത്, എവിടെയാണ് വണ്ടി ഇട്ടതെന്നുള്ളത്. കുറച്ചും കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കുറേ മാനുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. കുരങ്ങും മാനും ഒക്കെ ഉണ്ട്. ഇവർക്കൊന്നും ആഹാരം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എല്ലാവരും ചെയ്യുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വിഷയമല്ല. നമ്മൾ ഈ പറഞ്ഞ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് കയറുക. ഇവരൊന്നും ശല്യം ചെയ്യാൻ ഞങ്ങളില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് മുകളിലെത്തിയിട്ട് CRO ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അരമണിക്കൂർ ക്യൂ നിന്ന് കഴിഞ്ഞാൽ റൂം കിട്ടും. ഒരു വിത്തിൻ 1 hour റൂം അലോട്ടാവും. അത് 100, 500, 1000 അങ്ങനെ പല ഓപ്ഷനുകളുള്ള റൂമുണ്ട്. അപ്പോൾ ഇത്രയും നടന്നിട്ട് നമ്മളവിടെ ചെന്ന് ഫ്രഷ് ആകുന്നതാണ് അത് കറക്റ്റ് എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് CRO ഓഫീസിൽ നിന്ന് റൂം എടുക്കണം. പിന്നെ ആധാർ കാർഡ് നമ്മൾ കയ്യിൽ കൊണ്ടുപോകാൻ ഓർക്കണം. ഈ തലേദിവസം വൈകുന്നേരത്തെ ടിക്കറ്റ് കിട്ടണമെങ്കിലും ആധാർ കാർഡ് മസ്റ്റാണ്. പിന്നെ ആധാർ കാർഡ് വെച്ചിട്ടാണ് ഇവിടെ ഈ റൂം അലോട്ട് ചെയ്യുന്നത്. മൊബൈലിലോട്ടാണ് നമ്മുടെ OTPയും കാര്യങ്ങളുമൊക്കെ വരുന്നത്. അപ്പോൾ ആധാറും മൊബൈലും മസ്റ്റായിട്ട് കരുതുക.
ഒരു ചേട്ടൻ കണ്ടില്ലേ, മാനിനെ വെറുതെ പേടിപ്പിച്ച് ഫുഡ് കൊടുക്കാനും നോക്കി, അതും പേടിച്ച് വെറുതെ എന്തിനാണ്, ഇതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോയതാണ്, പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് കയറുക. അപ്പോൾ ഈ CRO ഓഫീസിൽ പോയി റൂം കളക്ട് ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചേക്കുക. പിന്നെ എന്താ നടത്താന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്സൊന്നുമില്ല. രാവിലെ പോയി കഴിഞ്ഞാൽ വലിയ വെയിലൊന്നുമില്ല, ഫുള്ളി കവേർഡാണ്, എല്ലാ പോയിന്റിലും കവറിങ് ഉണ്ട്, അതുകൊണ്ട് വലിയ ക്ഷീണം തോന്നത്തില്ല. അങ്ങനെ 2010 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഗോപുരം കണ്ടു. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റീപ്പ് കയറ്റം, കുത്ത് കയറ്റം എന്ന് പറഞ്ഞാൽ നല്ല അടാറ് കുത്ത് കയറ്റം. അത് കണ്ടപ്പോൾ ഒന്ന് പതറി കേട്ടോ, കാര്യം ഇത് പറ്റുമോ എന്ന് തോന്നുന്ന രീതിക്ക് അത്യാവശ്യം സ്റ്റീപ്പായിരുന്നു. എന്തായാലും ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി. അപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്, ഈ ഒരു കയറ്റം മുട്ടിലഴിഞ്ഞ് കയറുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊരു നേർച്ചയായിട്ട് ചെയ്യുന്ന കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. നമ്മളെന്തായാലും മുട്ടിലഴിഞ്ഞ് കയറാനൊന്നും നിന്നില്ല, നടന്ന് കയറി. പക്ഷേ ഈ ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ക്ഷീണിച്ചു. അത്യാവശ്യം ഇരുന്ന് തന്നെയാണ് കയറുന്നത്, അതായത് ആ സൈഡിൽ പടിയിൽ ഇരിക്കാൻ പറ്റും ഇതേപോലെ. അപ്പോൾ അത് ഇനി 550 സ്റ്റെപ്പുണ്ട്, അതിലൊരു 200 സ്റ്റെപ്പും കൂടെ ഇനിയും സ്റ്റീപ്പ് കയറ്റമാണെന്ന് കേട്ടു. ഇത് കുറച്ച് കടുത്തു, ബാക്കി എല്ലാം നോർമലെല്ലാം കയറാൻ പറ്റും. പക്ഷേ കൊള്ളാം കേട്ടോ, അത്യാവശ്യം എല്ലാം കറക്റ്റായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. ക്ഷീണം വലുതായിട്ട് വന്നില്ല. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 8:45 മണിയായി. അപ്പോൾ ഒരു 4 മണിക്കൂർ കൊണ്ട് ഇത് മൊത്തം കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. വെയിലിൻ്റെ കാഠിന്യം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോൾ അതിന് മുന്നേ ഇത് തീർക്കാൻ പറ്റും. 300 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചടയൊന്നും കയറാൻ പറ്റും. അത് കുഴപ്പമില്ല എന്നുള്ള വിശ്വാസത്തിൽ അങ്ങ് കയറി തുടങ്ങി. എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് കയറി. ഇനി 50 സ്റ്റെപ്പും കൂടെ ബാക്കിയുള്ളൂ എന്ന് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, തീർന്നല്ലോ എന്ന്. അപ്പോൾ ഇനി ഇത് റൂമിൽ ചെന്ന് ഫ്രഷനപ്പ് ആയിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ച് മൊബൈലെല്ലാം റൂമിൽ വെച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അത് മറക്കരുത്. തിരുപ്പതിക്കകത്ത് ഇലക്ട്രോണിക്സ് ഒന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ നമ്മുടെ പടിയിലുള്ള പരിപാടി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും കുങ്കുമൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് റൂമിലോട്ട് ഞങ്ങൾ കയറി. ഒരു മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു റൂം ഓവറോൾ കിട്ടാൻ. ഇതാണ് 1000 രൂപയുടെ റൂം, നല്ല വൃത്തിയുണ്ട്, ഒരു ദിവസം വാലിഡിറ്റി ഉണ്ട്, നല്ലതായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം വെച്ചിട്ട് പോയി പ്രാർത്ഥിച്ചു. 4 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടാണ് കയറാൻ പറ്റിയത്. തിരിച്ച് വന്ന് സാധനം എടുത്ത് AC ബസ്സിൽ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ഇറങ്ങുകയാണ്. 110 രൂപയാണ് AC ബസ്സിൻ്റെ ചാർജ്. കുറേ സാധനങ്ങളും വാങ്ങിച്ച് വീട്ടിലെത്തേക്ക് കേട്ടോ. കൊള്ളാം, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഈ പടി കയറാനായിട്ടൊരു 4 മണിക്കൂർ ഫ്രഷനപ്പായി പോകാനായിട്ട് ഉള്ള സമയം. അപ്പോൾ തിരിച്ച് നമ്മുടെ ലുട്ടാപ്പിയെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു, എങ്കിലും കണ്ടു കിട്ടിയപ്പോൾ സന്തോഷം. നല്ല അടിച്ച് പൊളിച്ച് തിരിച്ച് ബാംഗ്ലൂർക്കിങ് വന്നു കേട്ടോ. മൊത്തത്തിൽ 3 മണിക്കൂർ കൊണ്ട് തിരിച്ച് വന്നു. സൂപ്പർ ട്രിപ്പായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് പോയി നോക്കുക കേട്ടോ.